വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 268. പരന്ന വായനയിലൂടെ സ്വയം നവീകരിക്കുന്നവരാണ് വിജയിക്കുക. വൈജ്ഞാനിക ലോകം അനുദിനം വളർന്നു വികസിക്കുകയാണ്. പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ മനോഹരമാക്കുന്നു. പഴയ അറിവുകൾ പുതുക്കിയും നൂതനമായ വിജ്ഞാനങ്ങൾ ആർജിച്ചുമാണ് പുതിയ കാലത്ത് ഓരോരുത്തരും സാന്നിധ്യം അടയാളപ്പെടുത്തേണ്ടത്. പരന്ന വായനയിലൂടെ സ്വയം നവീകരിക്കുകയെന്നത് ഏറെ പ്രധാനമാണ്. ചിന്തകളും വികാരങ്ങളും ഭാവനകളുമൊക്കെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുകയെന്ന ദൗത്യമാണ് വായന മനുഷ്യരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ബോധങ്ങളെയും ധാരണകളെയും അടിക്കടി പുതുക്കിയും കാലികമായി പരിവർത്തിപ്പിച്ചും ആധുനികനായി ജീവിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് തുറന്ന വായനയാണ്. യാതൊരു മുൻവിധികളുമില്ലാതെ കണ്ണും കാതും തുറന്നു വയ്ക്കുകയും അനുദിനം വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകവും പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ വിശകലന വിധേയമാക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ധാരണകളും ചിന്തകളും വളരുകയും പരിഷ്കൃതമാവുകയും ചെയ്യും. ഈ വളർച്ചകളുടെ ഗുണഭോക്താവായി ഓരോ മനുഷ്യനെയും മാറ്റിയെടുക്കുക എന്ന പ്രക്രിയയാണ് വായന നിർവഹിക്കുന്ന സാംസ്കാരിക ദൗത്യം. സാംസ്കാരികമായി മാത്രമല്ല, സാങ്കേതികമായി കൂടിയാണ് വായന മനുഷ്യനെ വളർത്തുന്നത്. വൈജ്ഞാനിക കൈമാറ്റത്തിൽ വായന വഹിക്കുന്ന പങ്ക് അദ്വിതീയമാണ്. എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തം മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. എല്ലുകളിലും തോലുകളിലും പാറക്കല്ലുകളിലും എഴുതുകയും അവ വായിക്കുകയും ചെയ്തിരുന്ന പൗരാണിക മനുഷ്യൻ്റെ വായനയുടെ ഘടനാപരമായ പ്രതലങ്ങളും ആവിഷ്കാരങ്ങളും വലിയ മാറ്റങ്ങൾക്കാണ് വിധേയമായത്. താലിയോലകളുടെയും തുകൽച്ചട്ടകളുടെയും കാലം പിന്നിട്ട് പേപ്പറിൻ്റെയും അച്ചടിയുടെയും കാലത്തെത്തുമ്പോഴാണ് വായന എന്ന പ്രക്രിയ ജനകീയമായി മാറുന്നത്. മനുഷ്യകുലത്തെ മുന്നോട്ട് നയിച്ച ആധുനികത, ശാസ്ത്രബോധം, നവീകരണം, പരിഷ്കരണം എന്നീ ആശയങ്ങളെല്ലാം വായനയുടെ ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ അച്ചടി ഗ്രന്ഥങ്ങൾ അപ്രസക്തമാകുന്ന ഒരു കാലത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. വായന മരിക്കുന്നു എന്ന മുറവിളി ഉയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ പുതിയ കാലത്ത് എഴുത്തിനും വായനയ്ക്കും പുതിയ പ്രതലങ്ങൾ രൂപപ്പെടുകയാണ്. പേപ്പറോ പേനയോ അച്ചടിയോ ആവശ്യമില്ലാത്ത ഒരു വലിയ വായനാ ലോകത്തിൻ്റെ വാതായനം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ അനന്തമായ സാധ്യതകളും വിശാലമായ പരിപ്രേക്ഷ്യവും വായനയും വൈജ്ഞാനികതയും കൂടുതൽ ജനകീയമാക്കുന്ന ലോകത്ത് വായന ഉൽപ്പാദിപ്പിക്കുന്ന ചിന്താ സ്വാതന്ത്ര്യവും വൈജ്ഞാനിക വിമോചനവും സാംസ്കാരികവും മാനവികവുമായ മുന്നേറ്റത്തിന് വഴിതെളിയിക്കും. സാമൂഹിക അവബോധവും രാഷ്ട്രീയ അവബോധവും വളർത്തി മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ കഴിയൂ. വായന എന്നത് ഒരു സംസ്കാരമാണെന്നും വായനയുടെ ലോകത്തെ നാം വിശാലമാക്കേണ്ടതുണ്ടെന്നും ഓർക്കുക. ജീവിതത്തിനൊപ്പം മനുഷ്യൻ്റെ ചിന്തകളെ സംസ്കരിച്ചെടുത്ത് അവനെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ഓരോ വായനയും. വായനയെ ലഹരിയാക്കിയ ഒരു പുതുതലമുറയെയാണ് നമുക്കാവശ്യം. നിങ്ങൾ നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ മാന്ത്രികമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഹാരി പോട്ടർ പരമ്പരയിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച JK റൗളിംഗ് പറഞ്ഞത്. ചുറ്റുമുള്ള പല പല കാര്യങ്ങളിലേക്കും ജനാലകൾ തുറന്നു വയ്ക്കുന്ന സാധനയാണ് വായന. വിജ്ഞാനം, സ്നേഹം, ജീവിതം, അനുഭവം, വ്യക്തി, സമൂഹം, പ്രകൃതി, യാത്ര, പ്രത്യാശ, ആശയം തുടങ്ങി ചെറുതും വലുതുമായ നാം ആസ്വദിക്കുന്നതും ആസ്വദിക്കാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഉള്ളകത്തിൽ തിരിതെളിയിക്കുന്നു വായന. എന്നാൽ വായന നൽകുന്ന ഏറ്റവും വലിയ ഫലം ഭാവനയുടെ പൂവിരിയലാണ്. ഭാവനയുടെ തേരിലേറി ജീവിതത്തെ ത്രസിപ്പിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വായനയിലേക്ക് ശിരസ് കുനിച്ചുകൊള്ളട്ടെ. ശരീരത്തിന് വ്യായാമം പോലെയാണ് സ്വത്വത്തിന് വായനയെന്ന് ജോസഫ് അഡിസൺ എഴുതിയിട്ടുണ്ട്. പൂർണ്ണതയാണ് വായനയുടെ മറ്റൊരു ഫലം. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നുവെന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു വച്ചത്. അല്ലെങ്കിലും വായന പോലെ മറ്റെന്തുണ്ട് ഈ പ്രപഞ്ചത്തിൽ? കാഴ്ച കണ്ണിൻ്റെ പ്രക്രിയയാണ്, കേൾവി ചെവിയുടെ പ്രക്രിയയും, മൂക്കിൻ്റെ പ്രക്രിയ ഗന്ധമാണെങ്കിൽ നാവിൻ്റെ പ്രക്രിയയാണ് രുചി. എന്നാൽ വായന കാഴ്ചയ്ക്കും കേൾവിക്കും ഗന്ധത്തിനും രുചിക്കും അപ്പുറമുള്ള ഒരു ആത്മീയ കർമ്മമത്രേ. വായനയിൽ കണ്ണും ചെവിയും മൂക്കും നാവും ഒരുപോലെ പങ്കാളിയാവുന്നു. വായിക്കുമ്പോൾ ഒരേ സമയം വായിക്കുന്ന ആശയങ്ങളെ ദർശിക്കുകയും ശ്രവിക്കുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യാം. ഫലമെന്നോണം ആത്മാവിൽ പുതിയ ദർശനങ്ങളും വെളിപാടുകളും ഉതിർക്കുന്നു. സാഹിത്യവായനയും ആശയവായനയും ആദർശവായനയുമൊക്കെ വ്യത്യസ്ത തലങ്ങളാണ് അനാവരണം ചെയ്യുന്നത്. നാം ഒരു പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചാണ് 2024 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടന്നത്.
ഓരോ സമൂഹത്തിൻ്റെയും സാർത്ഥകമായ യാത്രാപഥങ്ങളിൽ വഴികാട്ടിയായും പാഥേയമായും മുന്നിലുണ്ടായത് പുസ്തകങ്ങൾ തന്നെയാണ്. മാനവ സമൂഹത്തിൻ്റെ എല്ലാം വളർച്ചയ്ക്കും സാംസ്കാരിക ഉന്നമനത്തിനും നിദാനമാകുന്ന പഠനവും പരിശീലനവുമെല്ലാം പുസ്തകത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പുസ്തകങ്ങൾ അനന്തമായ ആകാശസമാനം അറിവിലേക്കും ഗ്രാഹ്യത്തിലേക്കും ഒരു മഹത്തായ കവാടമായി വർത്തിക്കുന്നു. വിവരങ്ങൾ സമൃദ്ധമല്ലാതിരുന്ന ഇരുളാർന്ന കാലഘട്ടത്തിൽ വ്യക്തിയുടെ പ്രബുദ്ധതയെയും നൈതികതയെയും പരിപോഷണം നൽകി സമൂഹത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് ഉപാധിയായി മാറിയത് വായനയും പുസ്തകങ്ങളുമായിരുന്നു. വായനയിലൂടെയും വിശകലനങ്ങളിലൂടെയും മാനവികതയുടെ മുന്നേറ്റം നടക്കുമ്പോൾ പരന്ന വായനയിലൂടെ സ്വയം നവീകരണം സാധ്യമാകുന്നവരാണ് വിജയിക്കുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceo.media+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.